15 വർഷത്തിന് ശേഷമാണ് വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് ഇതാ വീണ്ടും എത്തുകയാണ്. ഈ ഒരു വേദിയിൽ വെച്ച് നമ്മളിത് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിലേക്ക്, ഈ ഒരു ലോഞ്ച് ഗ്രാൻഡ് ഇവന്റിലേക്ക് 15 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന പുതിയ ഒരു സംഗീത വിപ്ലവത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമുക്കിനി ഇവിടെ ഭദ്രദീപത്തിന് തിരി തെളിയിച്ചുകൊണ്ട് തന്നെ ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി ഈശ്വരന്റെ എല്ലാ അനുഗ്രഹത്തോടെയും കൂടെ ഇന്ന് ഒരു നമ്മൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് കലാകാര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ജനപ്രിയ നായകനായ ദിലീപേട്ട ഒരുപാട് സന്തോഷം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതില്. ആൻഡ് നമ്മൾക്ക് അപ്പോ ഓരോരുത്തരായിട്ട് നമ്മൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു സംഗീത വിപ്ലവം, ഈ ഒരു ആൽബം രംഗത്തില് വലിയൊരു വിപ്ലവം തന്നെ കൊണ്ടുവന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന് നമ്മൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികളെ കൂടി ഈ ഒരു വേദിയിലേക്ക് നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. നമ്മളുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇനാഗ്രേറ്റ് ചെയ്യാം. നമ്മളുടെ ഇവരുടെയും പ്രിയപ്പെട്ട ജനപ്രിയ നടൻ ദിലീപേട്ട, പ്ലീസ് ഓൺ ടു ദ സ്റ്റേജ്. ഒരു വലിയ കയ്യടി. ആൻഡ് നമ്മൾ പല പല വേഷത്തിൽ പല പല മുഖങ്ങളിൽ നമ്മൾക്ക് ഓരോരോ നടന്മാരെയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ ദിലീപേട്ടന്റെയും നമ്മളുടെ ഹൃദയം കീഴടക്കി ഒരുപാട് സിനിമകളുടെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു നടനാണ് നമ്മളുടെ സ്വന്തം, നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത, അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ ക്യാരക്ടർ നൽകിക്കൊണ്ട് നമ്മളുടെ ഒപ്പം തന്നെയുള്ള ഇന്ദ്രൻ ചേട്ടാ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. നമ്മളുടെ ഈ ഒരു ആൽബത്തിൽ നമുക്ക് പാട്ട് പാടിയിട്ടുള്ള വിജയ്, അതുപോലെ തന്നെ ഉണ്ണി മേനോൻ സർ ആൻഡ് നജീം അർഷാദും ഇവിടെ എത്തിയിട്ടുണ്ട്. നജീമിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നജീബിന്റെ ഒരുപാട് പാട്ട് നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു ആൽബത്തിൽ നജീബ് പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നായികയായിട്ട് നമ്മൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ മൂവിയിൽ തന്നെ കണ്ടു. ഒരു ഡാൻസർ ആയിട്ട് നമ്മൾ ആ ഒരു പാട്ടിൽ കണ്ടു. ഈവൻ ചിത്തിനി സിനിമയിലെ മാർഷൽ ആർട്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ മോക്ഷയിലൂടെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇന്ന് വീണ്ടും എന്ന ഈ ഒരു ആൽബം ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മോക്ഷയെ ഒരു സിംഗർ ആയിട്ട് കൂടി ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. മോക്ഷ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. രഞ്ജൻ രാജാണ് ഈ ഒരു ആൽബത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അനായാസമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ തന്നെയാണ് വീണ്ടും എന്ന് പറഞ്ഞ ഈ ഒരു ആൽബം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ് ലിറിക്സ് ചെയ്തതിന് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല. പുള്ളി നല്ല രീതിയിൽ അസുഖബാധിതനായിട്ട് ആശുപത്രിയിലാണുള്ളത്. സോ ഒരു പെട്ടെന്നൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിനെയും കൂടി വളരെ കാര്യമായിട്ട് തന്നെ ഈ ഒരു മൊമെന്റിൽ നമ്മളിവിടെ ഓർക്കുകയാണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ എല്ലാവരും കൂടെ എത്തിച്ചേരാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അസുഖം വളരെ സീരിയസ് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മള് ഇതില് തിരിയിട്ടിരിക്കുന്ന 9 എണ്ണമാണ്. അതുകൊണ്ട് എല്ലാരെയും ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കേരള പ്രഭ അവാർഡ് കൈവരിച്ചിട്ടുള്ള ഒരാള് നമ്മളുടെ കൂടെ ഉണ്ട്. ഭുവനേശ്വരി മാമിനെ നമ്മൾക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു റീസെന്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫുഡ്. അതും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ്. ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പല ഇഷ്യൂസിനും പകുതിയും കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് അവാർഡ്സ് മേടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഭുവനേശ്വരി മാം. നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കാൻ മാഡത്തിന്. അങ്ങനെ നമുക്ക് ഭദ്രദീപത്തിന് തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ ഒരു ലോഞ്ച് ഇവന്റ് നമ്മൾക്ക് ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യാം.
സർ, ആദ്യം തന്നെ സാറ് തിരിതെളിയിച്ചുകൊണ്ട് 15 വർഷത്തിന് ശേഷമുള്ള ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പൊ ആ ആൽബം കാണാനായിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യാണ്. സോ ഇൻ ദ നെയിം ഓൾമൈറ്റി, ഈശ്വരന്റെ എല്ലാ കൃപയോടും കൂടി നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ ആരംഭിക്കാം. അപ്പോ നമ്മൾ ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് വീണ്ടും ആൽബത്തിന്റെ CD കൈമാറാനായിട്ട് പോവാണ്. പക്ഷെ അതിനു മുൻപായിട്ട് വിജയൻ സാർ 2 വാക്ക് സംസാരിക്കണം. അപ്പോ എന്താണ് ഈ 15 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെയാണ്? ബഹുമാന്യരായ പ്രിയപ്പെട്ട അതിഥികളെ, ഇത്തരം പാട്ടുകൾ റിലീസ് ചെയ്യാൻ പറ്റിയ ഈ ദിവസത്തെ ഓർമ്മിപ്പിച്ച് ഇന്നിവിടെ മുഖ്യാതിഥിയായ ശ്രീ ദിലീപ്, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹൃദയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ ഒരുപാട് വിലയേറിയ സമയം ചെലവാക്കി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ഈ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി അത് പ്രേരണയായവരോടും പ്രയോജനമായി മാറിയവരോടും പ്രോത്സാഹിപ്പിച്ചവരോടും ഒക്കെ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. മറ്റൊന്ന്, ഞാൻ എപ്പോഴോ ഒരു പാട്ടിന്റെ പല്ലവി എഴുതി രഞ്ജൻ രാജിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഏതാണ്ടൊരു മിനിറ്റുകൾക്കകം തന്നെ ഒരു മനോഹരമായ ട്യൂണിൽ തിരിച്ച് എനിക്ക് പാടി അയച്ചു തന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷെ ഇന്ന് രഞ്ജൻ രാജ് ശാരീരികമായി വളരെ അസ്വസ്ഥനായി ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയായിരുന്നു പറയുന്നത് ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും പറയാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. അങ്ങനെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ്, ആ ഒരു പ്രണയ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രണയത്തിന്റെ തിരിച്ചുവരവ് നമ്മൾക്ക് ആഘോഷിക്കാനുള്ള ദിവസം കൂടിയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികൾക്ക് രഞ്ജൻ രാജ് സംഗീതം പകർന്നുകൊണ്ട് തീർത്ത ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും പോവാണ്.